HIV എയ്ഡ്സ് ബാധിച്ച് മരണപ്പെട്ടത് ത്രിപുരയിൽ 47 കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. ഇത്തരത്തിലൊരു പെട്ടെന്ന് ഇത്രയും കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കോളേജിൽ നടത്തിയിട്ടുള്ള HIV ടെസ്റ്റിൽ 826 കുട്ടികളാണ് HIV പോസിറ്റീവായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്ത അസുഖമായിരുന്നില്ല, മറിച്ച് ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സ് യൂസ് ചെയ്തതുകൊണ്ട്, റീയൂസ് ചെയ്തിട്ടുള്ള സിറിഞ്ചുകൾ യൂസ് ചെയ്ത് ഡ്രഗ്സ് ഉപയോഗിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ട്രാൻസ്മിഷൻ ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ത്രിപുരയിൽ നടന്നിട്ടുള്ള ഈ ഒരു കാര്യം നാളെ കേരളത്തിലും നടക്കാവുന്ന കാര്യമാണ്. കാരണം കേരളത്തിൽ ഡ്രഗ്സിൻ്റെ യൂസേജുകൾ കൂടി വരികയാണ്. ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സും അതുപോലെ മറ്റ് എല്ലാ രീതിയിലുള്ള ഡ്രഗ്സുകളുടെ ഉപയോഗം കൂടി വരുന്ന കാര്യം നമ്മളുടെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനെതിരെ നടപടി എടുക്കാത്തതിൻ്റെ കാരണം പോലീസിന് വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാത്തതാണ്. അതിന് കാരണം എല്ലാവരും പേടിച്ചിട്ടാണ്. ഇനി അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം പേടിച്ചിട്ടാണ് ആ ഇൻഫർമേഷൻ കൊടുക്കാൻ അവർ